ടുനെറ്റ് ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം. ഇന്തോനേഷ്യയ്ക്ക് സമീപം രൂപം കൊണ്ട ന്യൂനമർദ്ദം അടുത്തയാഴ്ച തമിഴ്നാട്ടിലും കർണാടകയിലും കനത്ത മഴ നൽകുമെന്ന് കാലാവസ്ഥാ വിഭാഗങ്ങളുടെ മുന്നറിയിപ്പ്. ന്യൂനമർദ്ദം തമിഴ്നാട് തീരത്ത് കരകയറിയ ശേഷം കർണാടക വഴി അറബിക്കടലിലേക്ക് നീങ്ങാനുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗവും സ്വകാര്യ കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗമായ മെറ്റ്ബീറ്റ് വെതറും പ്രവചിക്കുന്നത്. അടുത്തയാഴ്ച കർണാടകയിലെ ബെംഗളൂരുവിൽ കനത്ത മഴയ്ക്കുള്ള സാധ്യതയാണ് നിലവിലെ പ്രവചനം. ബെംഗളൂരുവിൽ അതിശക്തമായ മഴയാണ് പ്രതീക്ഷിക്കുന്നത്. തെക്കൻ ഉൾനാടൻ തീരമേഖലയിലും മഴ പ്രവചിക്കുന്നുണ്ട്. ഗ്ലോബൽ ഫോർകാസ്റ്റിംഗ് സിസ്റ്റത്തിന്റെ പ്രവചനപ്രകാരം ന്യൂനമർദ്ദം കർണാടകയ്ക്ക് മുകളിലൂടെയാണ് കടന്നുപോവുക. നവംബർ 29 മുതൽ ബെംഗളൂരു, മൈസൂരു ഉൾപ്പെടെ കനത്ത മഴയ്ക്ക് ഇത് കാരണമാകും. ദക്ഷിണ കന്നഡയിലും കനത്ത മഴ പ്രവചനമുണ്ട്. നീലഗിരി മുതൽ ബെംഗളൂരു വരെയാണ് കനത്ത മഴ. എന്നാൽ മെറ്റ്ബീറ്റ് വെതറിലെ നിരീക്ഷകരുടെ പ്രവചനമനുസരിച്ച് ന്യൂനമർദ്ദം ചെന്നൈ വഴി കരകയറി കർണാടകയ്ക്കു മുകളിലൂടെ കടന്നുപോകാനുള്ള സാധ്യത കുറവാണ്. ന്യൂനമർദ്ദം ശ്രീലങ്കയ്ക്ക് സമീപം ഈ മാസം 24 ശക്തിപ്പെടുമെങ്കിലും തുടർന്ന് ഏതുവഴി സ്വീകരിക്കുമെന്ന് അവ്യക്തതയുണ്ടെന്ന് മെറ്റ്ബീറ്റ് വെതറിലെ നിരീക്ഷകർ പറയുന്നു. ഇവിടെയെത്തുന്ന ന്യൂനമർദ്ദങ്ങൾ വടക്കൻ തമിഴ്നാട് വഴി സഞ്ചരിക്കുന്ന പ്രവണതയില്ല. കൂടുതലും ഓഖി മാതൃകയിൽ കന്യാകുമാരി കടൽ വഴി അറബിക്കടലിലേക്ക് പോകാനാണ് സാധ്യത. യൂറോപ്യൻ കാലാവസ്ഥാ പ്രവചന മാതൃക ഈ പാതയാണ് നിർവചിക്കുന്നത്. ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദത്തേക്കാൾ ശക്തിപ്പെടാൻ അനുകൂലമായ കടൽ സാഹചര്യമാണ് ശ്രീലങ്കയ്ക്ക് സമീപമുള്ള കടലിന്റെ അന്തരീക്ഷസ്ഥിതി. അതിനാൽ അതിതീവ്ര ന്യൂനമർദ്ദമോ ചുഴലിക്കാറ്റോ ആയേക്കും. ചുഴലിക്കാറ്റ് സാധ്യത ഈ ഘട്ടത്തിൽ പ്രവചിക്കപ്പെടാനുള്ള തെളിവുകളില്ലെങ്കിലും ഇത്തരമൊരു സാധ്യത തള്ളിക്കളയാനുമാകില്ലെന്നാണ് മെറ്റ്ബീറ്റ് വെതർ പറയുന്നത്. കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.